നയത്തിലുറച്ചോ എന്ന ചർച്ച തുടരുകയാണ്. ജിമ്മി, എന്താണ് തോന്നുന്നത്? CPI ഇപ്പോൾ ഒരു നിലപാട് കടുപ്പിച്ച് പറയുന്നുണ്ട്, പക്ഷെ എത്ര നേരം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? CPI സംബന്ധിച്ചിടത്തോളം CPI എന്നല്ല ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന അവരുടെ ഒരു എന്തിനാ നിങ്ങളിങ്ങനെ ഒരു പാർട്ടി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് സ്വന്തം മുന്നണിയിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് സ്വാഭാവികമായും CPI അങ്ങനെ പറയൂ. എന്ന് മാത്രമല്ല, ഇന്ന് CPIയുടെ സംസ്ഥാന നേതാവ് പ്രകാശ് ബാബു പറഞ്ഞത് MA ബേബിക്ക് കഴിവില്ല എന്നാണ്. അത്രയും രൂക്ഷമായ പ്രതികരണം ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. അത്രയും ശക്തമായിട്ടാണ് CPI നിലപാടെടുക്കുന്നത്. CPI തെരഞ്ഞെടുപ്പിലേക്ക് 6 മാസം മാത്രം ബാക്കി നിൽക്കെ ഏത് ശക്തമായ നിലപാടിലേക്ക് പോകുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ള കാര്യം. ഒരു പക്ഷേ മന്ത്രിമാരെ പിൻവലിക്കുക, മുന്നണിക്ക് പുറത്തു നിന്ന് പിന്തുണ കൊടുക്കുക, ഇങ്ങനെയുള്ള കടുത്ത നിലപാടുകളിലേക്ക് വരെ ചിലപ്പോൾ പോയേക്കാം. കാരണം CPI തന്നെ അവരുടെ നിലപാട് ഉറപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് CPI തന്നെ എത്തുകയാണ് ഉണ്ടായത്. കാരണം ആദ്യം ഈ വാർത്ത വരുമ്പോൾ ഇത് ഒപ്പിടാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അന്ന് CPIക്കോ മാധ്യമങ്ങൾക്കോ ആർക്കും അറിയില്ല ഇത് ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് നിലപാട് ശക്തമായി പറഞ്ഞു. അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ ക്യാബിനറ്റിൽ ഇത് പറഞ്ഞു. അപ്പോഴും ഇത് ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളത് അറിയാവുന്ന മുഖ്യമന്ത്രിയും അറിയാവുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ബാക്കി ആരും അറിഞ്ഞിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അവരാരും ചിരിച്ചുകൊണ്ട് മിണ്ടായിരിക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം മാധ്യമങ്ങൾ വാർത്ത പറയാൻ ഇത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ CPI തകർന്നു പോവുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നുറക്കി കരഞ്ഞുകൂടായിരുന്നോ എന്നായിരിക്കും CPI മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാവുക. അത്രയും അപമാനിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ CPIക്ക് മറ്റു വഴിയില്ല. CPI ഏറ്റവും ശക്തമായ നിലപാടിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഇനി ഇതിനകത്തുനിന്ന് CPI എന്നല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഏതൊരു വ്യക്തിയും ഇങ്ങനെ ഒരു ഘട്ടത്തിലെത്തി നിന്നാൽ പുറകോട്ട് തിരിഞ്ഞോടാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ CPIയുടെ മാത്രം പ്രശ്നമല്ല ഇത്. CPI ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നു. CPMൻ്റെ സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഇത് അറിഞ്ഞിരുന്നു. ഇന്ന് MA ബേബിയോട് ചോദിച്ചാൽ താങ്കൾ ഇത് അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയാതെയാണ് പോയത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത് അറിഞ്ഞിരുന്നോ? സംശയമാണ്. കാരണം ഇതൊരു ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ ശിവൻകുട്ടിക്ക് മാത്രം എടുക്കാവുന്ന ഒരു തീരുമാനമല്ല. ഇത് CPIഎമ്മും CPIയും ഒക്കെ കാലാകാലങ്ങളായി പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ വളരെ വലിയ പ്രതിഷേധം 2020 മുതൽ ഇന്ത്യ വ്യാപകമായി എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ്. അതിപ്പോൾ കോൺഗ്രസ് ഒപ്പിട്ട ഇതേ സ്ഥാനം ഒപ്പിട്ട കർണാടകത്തിലാണെങ്കിലോ അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയുടെ നാട്ടിലാണെങ്കിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലാണെങ്കിലോ അവിടെയൊക്കെ CPIയും ഉണ്ട്. CPIഎമ്മിൻ്റെ നിലപാട് ഇത് പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ശക്തമായ ദേശീയ തലത്തിൽ ഇതിനൊരു നിലപാടെടുക്കുന്ന നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ CPIഎം ഇതിനെ എതിർത്തുകൊണ്ട് അവരുടെ പീപ്പിൾസ് ഡെമോക്രസിയിൽ എഴുതിയ ലേഖനങ്ങളൊക്കെ കാണ്ഡമാണ്. 4-5 പേജുണ്ട് വിശദമായി. വെറും ലേഖനമല്ല, പോയിന്റുകൾ മാത്രം എടുത്താൽ തന്നെ എണ്ണിയപ്പോൾ ഒരു 10-40 പോയിന്റുകളുണ്ട് എന്തുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളത്. അങ്ങനെ വളരെ ശക്തമായി നിലപാട് പറയുകയും അതിനുവേണ്ടി വലിയ പ്രചാരണം നടത്തുകയും പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അവരിപ്പോഴൊക്കെ മുക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നോക്കിയാൽ ഇതിനുവേണ്ടി മാത്രം ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. എല്ലാ പ്രസംഗങ്ങളിലുമൊക്കെ ഇതൊന്ന് പറഞ്ഞു പോകുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ മസ്റ്റാണ് താനും ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിന്റെ 2020 പോസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. പോസ്റ്റ് ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഞാൻ നോക്കി അതായത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സാധനത്തിൽ തീരുമാനം പിൻവലിക്കുകയാണ്. അതെ, പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്, വലിയ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്പാണെന്ന് മുഖ്യമന്ത്രിയും ശിവൻകുട്ടിയും മാത്രം കരുതിയോ? വിദ്യാഭ്യാസ മന്ത്രി ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അത് മുഖ്യമന്ത്രിയോട് അറിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ക്യാബിനറ്റിൽ വന്നിട്ടില്ല. പാർട്ടി തലത്തിൽ, സംസ്ഥാന തലത്തിൽ, ദേശീയ തലത്തിൽ എന്തായാലും വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം MA ബേബി ആ ചോദ്യം കേൾക്കാത്ത മട്ടിലാണ് പോയത്. സംസ്ഥാന തലത്തിൽ ഈ സാധനം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഈ CPM ബീറ്റ് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും കരുതുന്നത്. അപ്പോൾ CPMൻ്റെ ദേശീയ നേതൃത്വം അറിഞ്ഞിട്ടില്ല, CPMൻ്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടില്ല. 2020 മുതൽ CPIഎം വളരെ ശക്തമായ നിലപാടെടുക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വരുന്ന PM ശ്രീയാണ്. ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ, മധുര എന്ന പാർട്ടി കോൺഗ്രസിൽ ഇതിനൊരു പ്രമേയവും വന്നിട്ടുണ്ട്. ഈ കോൺഗ്രസോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി പ്രമേയം പാസ്സാക്കി പിരിഞ്ഞു എന്ന് പറയുന്നത് പോലെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി അറിയാവുന്നവർക്കറിയാം. അവരുടെ പാർട്ടി കോൺഗ്രസിൽ പ്രമേയം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ പ്രമേയത്തിൻ്റെ പേരിൽ തന്നെ വലിയ തർക്കങ്ങളും അടിയും ഇറങ്ങിപ്പോക്കളും പാർട്ടികൾ തന്നെ പെട്ടിരുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ട്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കൊണ്ടുവന്ന ഒരു പ്രമേയമാണ്. ആ പ്രമേയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളൊരു തീരുമാനം എടുക്കാൻ പോകുന്നു. ഇത് ഇവരാരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൗതുകരമായ കാര്യം. അപ്പോൾ കേരളത്തിലെ CPIഎം നേതൃത്വം ഇതറിയാത്ത, CPM ദേശീയ നേതൃത്വം അറിയാത്ത ഈ കാര്യം സംസ്ഥാന മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെ എടുത്തു? അവിടെയാണ് $1 മില്യൺ ക്വസ്റ്റ്യൻ.
ഞാനൊരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. $1 മില്യൺ കൂടെ സം ഡോളേഴ്സ്, അതായത് ഈ മറ്റ് പദ്ധതികളൊക്കെ PM പ്രീഫിക്സ് ഉള്ള മറ്റ് പദ്ധതികൾ കൃഷി വകുപ്പിലേതടക്കം നടപ്പാക്കിയപ്പോൾ ഇതുപോലെ ചർച്ച ചെയ്യുകയും ഇതുപോലെ വാർത്താ സമ്മേളനം വിളിക്കുകയും ഇരു പാർട്ടികളുടെയും ഡി രാജയും ഇപ്പോൾ MA ബേബിയാണ്, അന്ന് MA ബേബി ആയിരുന്നില്ല, സീതാറാം യെച്ചൂരി ആയിരുന്നു, ഇവരെയൊക്കെ അറിയിച്ചുകൊണ്ട് ആ രീതിയിൽ വാർത്തകൾ വന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഇതേ രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ? PM പ്രീഫിക്സ് ഉള്ള മറ്റ് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടല്ലോ. PM പ്രീഫിക്സ് ഉള്ള മറ്റനേകം പദ്ധതി പോലല്ല വിദ്യാഭ്യാസം കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയമാണ്. BJP എങ്ങനെയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ കുട്ടികളുടെയും മനസ്സിൽ വിഷം കോരിയിടുന്നുള്ളതിൻ്റെ കൃഷിക്കകത്ത് 10 തൈ വെച്ചാൽ വരില്ല സുജയ. മനസ്സിനകത്ത് 10 വിഷം വാരി അടിക്കണം. 10 പരാമറടിച്ചാലേ നടക്കും. മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസമുണ്ട്. PM ഉഷയുണ്ട്, വരാം, അതിലേക്ക് വരാം. PM ഉഷ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ വിദ്യാഭ്യാസമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ നയങ്ങൾക്കുമെതിരെ ഇടതുപക്ഷം വളരെ കാര്യമായി പണിയെടുക്കുന്നുണ്ട്. കാരണം അപ്പുറത്ത് RSSൻ്റെ പണ്ട് മുതലേ ഉള്ള പണി നുണ പറയുക, ചരിത്രം തിരുത്തുക. പണ്ട് ബ്രിട്ടീഷുകാരുടെ മുമ്പിലും അതിനു മുമ്പ് മുസ്ലിങ്ങൾക്ക് മുമ്പിലും തോറ്റ് മുണ്ടില്ലാതെ ഓടിയതിനെ ചരിത്രം തിരുത്തുക എന്നൊരു പരിപാടി കൂടിയുണ്ട്. ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങൾ സത്യത്തിൽ ഒരു ട്രിക്കായിരുന്നു, ഞങ്ങൾ കറങ്ങി വന്ന് അപ്പുറത്ത് ജയിച്ചു എന്നൊക്കെ പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ചരിത്രത്തെ തിരുത്തുക, വിദ്യാഭ്യാസത്തെ തിരുത്തുക. പിന്നെ പശുവിൻ്റെ അപ്പിക്കകത്തുനിന്ന് മറ്റേ യുറേനിയം വരിക, മറ്റ് പല സാധനങ്ങളും ഉണ്ടെന്നൊക്കെ പറയുന്ന വേറെ പരിപാടികൾ വേറെ. പശുവിൻ്റെ 2 കൊമ്പിനിടയ്ക്ക് റേഡിയേഷൻ ഉണ്ട്, അതൊക്കെ പല പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇത് വളരെ അവരുടെ ഒരു പ്രിയപ്പെട്ട വിഷയമാകുന്നത്. അപ്പോൾ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഇതെങ്ങനെയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാത്രം തീരുമാനിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനമാകുന്നത്? ക്യാബിനറ്റിൽ പോലും വന്നിട്ടില്ല, അല്ലേ? ക്യാബിനറ്റിൽ പോലും വന്നിട്ടില്ല. ക്യാബിനറ്റിൽ 2 തവണ മാറ്റിവെച്ച് വന്നു. ക്യാബിനറ്റിൽ തീരുമാനം എടുത്തത് വന്നിട്ടില്ല. 2 തവണ ക്യാബിനറ്റിൽ വന്നതിന് ശേഷം മാറ്റിവെച്ചൊരു കാര്യം ക്യാബിനറ്റിൽ വരാതെ അതങ്ങ് ഒപ്പിടാൻ തീരുമാനിക്കുമ്പോൾ അത്രയും ലളിതമാണ് എന്നുള്ളതാണ് ഇതിനകത്തെ. PM ഉഷയിൽ ചർച്ച നടന്നോ ക്യാബിനറ്റിൽ? നടന്നിട്ടില്ല. പക്ഷെ ഈ വിഷയം ക്യാബിനറ്റിൽ കൊണ്ടുവന്നതാണ്. ഒരിക്കൽ കൊണ്ടുവന്നതാണ്. ഇത് മാറ്റിവെച്ചു. 2 തവണയും CPI എതിർപ്പുണ്ട്. അപ്പോൾ ക്യാബിനറ്റിൽ വേണ്ട എന്നുള്ളതാണ് തീരുമാനം. എൻ്റെ പ്രശ്നം ഇതിനകത്ത് ശിവൻകുട്ടിയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ പോയാൽ മതി എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മധുര പാർട്ടി കോൺഗ്രസ്, മധുരയല്ല ഏത് പാർട്ടി കോൺഗ്രസ് ആയാലും പാർട്ടി കോൺഗ്രസ്സിലെടുത്തൊരു തീരുമാനം, പാർട്ടി ദേശീയ നേതൃത്വം എടുത്തൊരു തീരുമാനം, ദേശീയ തലത്തിൽ പാർട്ടി നടത്തിയ ഒരു ക്യാമ്പയിൻ, അതിന് വിരുദ്ധമായി ഒരു സാധനം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതാരും അറിയേണ്ട, ആരോടും പറയേണ്ട, ആരോടും ചർച്ച ചെയ്യേണ്ട, ഞങ്ങളങ്ങ് ഒപ്പിട്ടു, അത് കഴിഞ്ഞു, അടുത്ത കാര്യം എടുക്കൂ എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. ഞാൻ തീരുമാനിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചു, നടപ്പായി. അവിടെയാണ് ഇതിനകത്തെ ക്രച്ച് കിടക്കുന്നത്. എങ്ങനെയാണ് നേരത്തെ നമ്മൾ സംസാരിച്ച $1 മില്യൺ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുക? സ്വന്തം പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയും സ്വന്തം പാർട്ടി ദേശീയ നേതൃത്വത്തെയും മറികടന്നുകൊണ്ട് പാർട്ടി ദേശീയ നേതൃത്വം എടുത്ത പാർട്ടി കോൺഗ്രസുകളടക്കം ചർച്ച ചെയ്ത് പ്രമേയം കൊണ്ടുവന്ന ഒരു കാര്യത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കുക. ഇതാണ് പ്രശ്നം. ഇത് ആദ്യമായിട്ടല്ല. ഇപ്പം ഇതിനു മുമ്പ് വളരെ വലിയ വിവാദം ഉണ്ടായിരുന്ന GST ആയിരുന്നു, അല്ലെ? GST വളരെ വലിയ ഈ PM ശ്രീയിലേക്ക് തന്നെ വരൂ. പ്രധാനമന്ത്രി വരാം. GST ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. GSTക്കെതിരെ വളരെ വലിയ ക്യാമ്പയിൻ നടന്നു. അന്ന് ത്രിപുരയിൽ ഇടതുപക്ഷ സർക്കാരാണ്. അന്ന് കേരളവും ത്രിപുരയും ചേർന്ന് തിരിച്ചൊരു കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചൊരു സമയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഫിനാൻസ് ബീറ്റ് നോക്കുന്ന ഒരു സമയമാണ്. എന്നിട്ട് ഒരു ദിവസം സുപ്രഭാതത്തിൽ ത്രിപുരയും കേരളവും പിന്മാറും. അന്ന് ധനമന്ത്രിയായ തോമസ് ഐസക് പറഞ്ഞത് ഇത് കേരളത്തിന് ഗുണമാകുന്ന കാര്യമാണ്. GST സത്യത്തിൽ അതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല, പക്ഷേ കേരളത്തിന് ഗുണമാണ്. ഇഫ് കേരള ഡസൻ ഗെയിൻ ഹൂ വിൽ എന്ന് അന്നത്തെ കേന്ദ്ര ധനമന്ത്രി തന്നോട് ചോദിച്ചെന്നാണ് തോമസ് ഐസക് എന്നോടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു നമുക്കൊരു 5 വർഷം കഴിഞ്ഞ് കാണാം, ഉറപ്പായിട്ടും കേരളത്തിന് ഗുണമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ GSTയെ പഴിക്കുകയാണ് സംസ്ഥാനത്തെ സർക്കാർ. GST ഭയങ്കര നഷ്ടമാണ്, ഞങ്ങളെ ചതിക്കുകയാണ്, പറ്റിക്കുകയാണ്. അന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷം പറഞ്ഞതാണ് ഇത് നിങ്ങളുടെ ടാക്സിലുള്ള സ്വയംഭരണ അവകാശം ഇല്ലാതാകും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുമ്പോഴാണ് നിങ്ങൾ ഇത് അംഗീകരിക്കുന്നത്. 10 കാശ് കിട്ടുമെന്ന് വിചാരിച്ച് ഇതിലേക്ക് പോകരുത് എന്ന് അന്നും പറഞ്ഞിരുന്നു. അതും കേട്ടില്ല. ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നാലോ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അവസാനം വരുമ്പോൾ പുതിയ മന്ത്രിസഭയിലേക്ക് ജയിച്ച് വരുമ്പോൾ പഴയ മന്ത്രിമാർ ആരും വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അത് പുതിയ തലമുറ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഒരാൾക്ക് മാത്രം എക്സെപ്ഷൻ. ആർക്കാ? അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഒരു ടേമും കൂടി, അതെന്തിനാണ്? ഭരണത്തിൻ്റെ ഒരു തുടർച്ച വേണം. നമ്മൾ ആ 2ാമത്തെ ടേമും കഴിഞ്ഞു വന്ന് നിൽക്കുകയാണ്. എങ്ങനാ ഭരണ തുടർച്ച? വീണ്ടും പിണറായി വിജയനാണ്. അപ്പോൾ ആദ്യത്തെ ടൈം കഴിഞ്ഞപ്പോൾ പറഞ്ഞ ന്യായം എന്തായിരുന്നു? ആദ്യത്തെ ടൈം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ബാക്കി എല്ലാവരും പോട്ടെ, സീനിയേഴ്സ് എല്ലാവരും പോട്ടെ, പുതിയ ആളുകൾക്ക് ഞാനൊരു അവസരം കൊടുക്കുകയാണ്. അവരാണ് ഇനി മുമ്പോട്ട് പാർട്ടിയെ നയിക്കേണ്ടത്. എന്നിട്ട് പാർട്ടിയെ നയിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്നത് വീണ്ടും പിണറായി വിജയനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ കാണാം. ഇതിനകത്ത് പാർട്ടിയുടെ നയങ്ങൾ എന്നതിനപ്പുറം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തീരുമാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു.
അതുകൊണ്ടാണ് CPIയോട് ആലോചിച്ചില്ലെങ്കിലും ഒരു ചുക്കുമില്ലാന്ന് തീരുമാനിക്കുന്നത്. CPM ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ പാർട്ടിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എനിക്ക് അവിടെ ഒരു വിയോജിപ്പുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി VD സതീശൻ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി KC വേണുഗോപാൽ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി K മുരളീധരൻ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി K സുധാകരൻ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന രീതിയിൽ 5 പേർ അവിടെ ഉയർന്നിരുന്നുമില്ല രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ. അങ്ങനെ വന്നിരുന്നെങ്കിൽ മാറ്റി ചിന്തിക്കാമായിരുന്നു. KK ശൈലജയുടെ പേര് സെക്കൻഡ് ചെയ്തുകൊണ്ട് എത്ര പേരാണ് സജീവമായി രംഗത്ത് വന്നത്, എത്ര പാർട്ടി ഘടകങ്ങൾ വന്നു. ഇവിടെ അങ്ങനെയല്ലല്ലോ. മറുഭാഗത്ത് ചേരി തിരിഞ്ഞ് എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിന് പുറത്തു നിൽക്കുന്ന ആൾ വരെ വരുന്ന അവസ്ഥയാണ് കോൺഗ്രസിൽ. അതുപോലെ ഇപ്പുറത്തില്ലല്ലോ. അപ്പോൾ പിണറായി വിജയൻ തുടരുന്നതിനകത്ത് ഇത്രയ്ക്ക് അസ്വസ്ഥത എന്താണ്? എന്റെ ചോദ്യം അതല്ല. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായി, ഉത്തരവ് മനസ്സിലായി. ചോദ്യം മനസ്സിലായില്ല. സുജയ്ക്ക് കോൺഗ്രസിന്റെയും BJPയുടെ മറ്റേ CD കാണിച്ച നേതാവിനെ മറ്റേ ഗോവ കോൺഗ്രസ് പുറത്താക്കിയ കഥ അറിയാമല്ലോ BJPയിലെ. അങ്ങനല്ല ഇവിടെ പരിപാടി. അതല്ല ഇവിടുത്തെ പരിപാടി. എങ്ങനെയാണ് എന്തിനാണെന്ന് വ്യക്തമായ നയം അനുസരിച്ചാണ്. ഞാൻ ജോഷിയെ പുറത്താക്കിയ കാര്യമാണ് പറഞ്ഞത്. വ്യക്തമായ നയം അനുസരിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ തവണ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമ്പോൾ ബാക്കി എല്ലാവരും പോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം പുതുരക്തം വട്ടെന്ന് പറഞ്ഞ പുതിയ ആളുകളെല്ലാം മന്ത്രിമാർ, ഈ മുഖ്യമന്ത്രി മാത്രം നിൽക്കുന്നു. ഇത്തവണ വരുമ്പോൾ ഞാൻ തന്നെ വീണ്ടും തുടരും. അതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ ചുരുക്കത്തിൽ ഞാനതിൽ വിയോജിക്കുകയാണ്. കാരണം പിണറായി വിജയൻ അല്ല തുടരുമെന്ന് പറഞ്ഞത്, പാർട്ടിയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞത്. അല്ലാതെ പിണറായി വിജയൻ ഞാൻ തുടരാം, ഞാൻ മുഖ്യമന്ത്രിയാകാമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, പിണറായി മാത്രം അത് അയാളുടെ സ്വന്തം തീരുമാനമാണെന്ന്. അവിടെ തന്നെയാണ് സൂചി എൻ്റെ പോയിന്റ്. പാർട്ടിയും സർക്കാരും ദേശീയ നേതൃത്വമുള്ള പാർട്ടിയും എല്ലാം മാറി പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കുക. അതാ പാർട്ടിക്ക് അയാളുള്ള കോൺഫിഡൻസ്. എന്റെ അഭിപ്രായമല്ലേ, എന്റെ അഭിപ്രായമല്ലേ, അതായിക്കോട്ടെ. മോദിയുടെ കാര്യമായാലും പിണറായി വിജയന്റെ കാര്യമായാലും താങ്കൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. വൈ നോട്ട്? ഫാസിസ്റ്റുകൾ മറ്റേ എന്താ പറയുക, BJPയെ കുറിച്ച് പറയുമ്പോൾ പറയും മോദിക്ക് പറഞ്ഞാൽ മോദിക്ക് അപ്പുറം ആരുമില്ല. അപ്പം മുമ്പ് ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയാണ് ഇന്ദിരാഗാന്ധി, ബാക്കി താങ്കൾ പൂരിപ്പിച്ചോളൂ. അപ്പോൾ ഇതിനകത്തൊരു ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി തീരുമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ മുഴുവനെത്തുന്നു. ഒരു പുതിയ കേരളത്തിലെ ഒരു സ്റ്റാലിൻ, ക്യാപ്റ്റൻ എന്നല്ല വിളിക്കേണ്ടത്, കേരളത്തിൻ്റെ സ്റ്റാലിനായി പിണറായി വിജയൻ ഉരുക്കുമുഷ്ടിയിൽ നിൽക്കുകയാണ്. അതാണ് ഈ വിഷയത്തിൻ്റെ ക്രച്ച്. ഇനി ഈ വിഷയത്തിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്തു, ഞങ്ങൾ തോറ്റുപോയി, നടക്കുന്നില്ല, വേറെ വഴിയില്ല എന്നാണ് പറയുന്നത്. ശരി, നമുക്ക് തമിഴ്നാടിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഈ കാര്യത്തിൽ മെയ് മാസം ഇത് സംബന്ധിച്ച ഒരു കേസ് തമിഴ്നാട് കൊടുത്തിരുന്നു. ആ കേസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങും എത്തിയിട്ടില്ല. ശരിയാണ്. കേരളം എന്താ കേസ് കൊടുക്കാത്തത്? ജയിക്കുമോ തോക്കുമോ എന്ന് നോക്കിയിട്ടല്ലല്ലോ പൊളിറ്റിക്കൽ ഫൈറ്റ് നിങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഗവർണറുടെ കാര്യത്തിൽ ഗവർണർ ബില്ല് ഒപ്പിടില്ല, ഞാൻ പിടിച്ചു വെക്കുകയാണ് എന്ന് പറഞ്ഞു. തമിഴ്നാടും കേസ് പോയി, കേരളവും കേസ് പോയല്ലോ. കേസിന് പോകുമ്പോൾ ജയിക്കുമെന്ന് ഉറപ്പല്ലോ ഉണ്ടോ? എന്ന് മാത്രമല്ല, കേസിന് പോകുന്നതും തെരുവിൽ സമരം ചെയ്യുന്നതെല്ലാം ജയിക്കാൻ വേണ്ടി മാത്രമല്ല, അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ നിലപാട് പറയാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ അതിലല്ല വിശ്വാസം. നമുക്ക് ടീ കപ്പ് ഡിപ്ലോമസിയിലാണ് വിശ്വാസം. ഏത് ടീ കപ്പ് ഡിപ്ലോമസി? കേന്ദ്ര ധനമന്ത്രിയെ കാണും, അത് മന്ത്രിയുടെ ഓഫീസിലല്ല, കേരള ഹൗസിൽ പുട്ടും കടലയൊക്കെ കൊടുത്ത് അവിടെ ഇരുന്ന് കാണും. മുഖ്യമന്ത്രി ആദ്യത്തെ നാളുകളിലൊക്കെ സ്ഥിരമായി ഡൽഹിയിലെ നമ്മുടെ ലൈസൺ ഓഫീസറെയും കൂടെ MP ഒക്കെ കൊണ്ടാണ് പോകുന്നത്. ഇത്തവണ ഒറ്റയ്ക്കാണ് പോയി കണ്ടത്. അമിത്ഷായെ കണ്ടപ്പോൾ കൂടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ LDF കൺവീനറെ കാണാൻ ഡൽഹിയിൽ നിന്ന് ഒരു നേതാവ് വീട്ടിൽ വന്ന് കണ്ടിട്ട് ചുമ്മാ പോകുന്നു. ഇവിടെയുള്ള പ്രധാനപ്പെട്ട CPM സർക്കാരിനെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് വിചാരിക്കുന്ന ഒരു പോലീസിൻ്റെ ഒരു പ്രമുഖൻ വേറൊരു RSSകാരനെ ഇതുപോലെ വീട്ടിൽ പോയി കാണുന്നു. നമുക്ക് ഈ ഡിപ്ലോമസിയിൽ വിശ്വാസം. കേരള സർക്കാരിൻ്റെ എല്ലാ മെഷീനറികൾക്കും എല്ലാ നേതാക്കന്മാർക്കും ഈ മെഷീനറിയിലാണ് വിശ്വാസം. അങ്ങനെ ടീ കപ്പ് ഡിപ്ലോമസി കളിച്ച് 10 ദിവസം ഈ തീരുമാനം ഒപ്പിടുന്നതിന് 10 ദിവസം മുമ്പ് പോയി പ്രധാനപ്പെട്ട ആളുകളെല്ലാം കണ്ട് തിരിച്ചു വന്നപ്പോൾ അതൊക്കെ നടപ്പാക്കി. ഒരൊറ്റ ചർച്ച പോലും പാർട്ടി തലത്തിലോ സർക്കാർ തലത്തിലോ ദേശീയ നേതൃത്വവുമായിട്ടോ നടത്തിയില്ല. ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ നയമാണ്, നയവ്യതിചലനമാണ്, പുതിയ തീരുമാനങ്ങളാണ്. അത് ഒരാൾ തീരുമാനിച്ചാൽ മതി, ഒരാൾ അംഗീകരിച്ചാൽ മതി, അയാൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിണറായി വിജയൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന ഒരു കാര്യത്തിലേക്ക് CPM സർക്കാർ, CPM എന്ന പാർട്ടി മാറുന്നു എന്നുള്ളതാണ് വിഷയം. ഇവിടെ CPI സ്വന്തം മാനത്തിന് വേണ്ടി പോരാടുകയാണ്. എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ CPI സംബന്ധിച്ചിടത്തോളം വളരെ നാണം കെട്ട ഒരു 2 ദിവസമാണ് കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ CPIക്ക് മറ്റൊരു നിലപാടിലേക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും പോകാനാവില്ല, അവർ പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.